Good morning, dears. ഇന്ന് രാവിലെ ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഇന്ന് അപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കടല കഴുകി സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വെക്കാം. ഇത് അരി പൊടിച്ച് വറുത്ത മാവാണ് കേട്ടോ. മാവ് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് ഇങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. ചോറ് വെക്കാൻ പോവുകയാണേ. ചോറിനുള്ള അരി നമ്മൾ സ്റ്റവിലേക്ക് അങ്ങ് വെക്കുവാണ്. കടലയും അരിയും ഒരുമിച്ചിരുന്ന് വേവട്ടെ. ഫ്രിഡ്ജിനകത്തുനിന്ന് രാവിലെ എടുക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്കിത് മാറ്റാം. നമ്മുടെ കടലയ്ക്ക് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മളത് സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാൽപ്പാട ഇങ്ങ് മാറ്റുവാണ്. പാലിന് സ്പൂൺ കൊണ്ടെടുക്കാൻ നിന്നാണ് നമുക്ക് പോവും. അതുകൊണ്ടാണ് കൈ കൊണ്ടെടുത്തത്. ഇത്രയും പാൽപ്പാടയായിട്ടുണ്ട്. ഇത് ഏകദേശം നിറയാറാകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നെയ്യാക്കും. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചേർന്നതേ ഉള്ളൂ. 1/2 ലിറ്റർ പാലെങ്കിലും വീട്ടിൽ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാൽപ്പാട എടുക്കാവുന്നതാണ് അതിൽ നിന്ന്. എന്നിട്ട് നമുക്കതിൽ നിന്ന് തന്നെ നെയ്യ് ഉണ്ടാക്കാം. നമ്മൾ ചായക്കുള്ള പാലും വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇൻഡക്ഷൻ കുക്കറിലേക്ക് കൊണ്ടുവെക്കാം. ചായയിലേക്ക് 2 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. അല്ല
തേങ്ങയുടെ തോടൊന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ഉള്ളിലെ അരി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു നല്ല മണമൊക്കെ കിട്ടത്തില്ലേ ചായക്ക്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചിലർക്കൊന്നും ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കടലക്കറിക്ക് ആവശ്യമുള്ള സവാള കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്ക്. നമ്മളിത് കടലയുടെ കൂടെ ഇട്ടല്ല, വഴറ്റിയാണ് ചേർക്കുന്നത്. ഞാൻ തേങ്ങാക്കൊത്തും ചേർക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർ കാണും. അത് ഞങ്ങളിവിടെ മിക്കവാറും തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ, ഈ പതുങ്ങി വെന്തിരിക്കുന്ന കടലയുടെ കൂടെ ഇത് തേങ്ങാക്കൊത്തൊക്കെ കഴിക്കുന്നത് ഒരു രസമാണ്. ഒരുപാടൊന്നും ചേർക്കില്ല, കുറച്ച്. ബീഫിനും നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട്. ബീഫ് കറി വെക്കുമ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ ചേർക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. ചില ദിവസം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം കടലയ്ക്കകത്തോട്ട് തന്നെ ഇട്ടങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും, ഉള്ളിയൊക്കെ വഴന്ന് കിട്ടുമ്പോഴുള്ള ഒരു ടേസ്റ്റ്. നമുക്കിനി കടലക്കറിക്ക് വഴറ്റാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാം. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ബോട്ടിലാട്ടോ. വാങ്ങിയതിന് ശേഷം വളരെ സൗകര്യമാണ് വെളിച്ചെണ്ണ ഒഴിക്കാനൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വീഴും. ഇതാകുമ്പോൾ നമ്മൾ കറക്റ്റ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ, എണ്ണ മാത്രമേ അതിലേക്ക് വീഴ്ത്തുള്ളൂ. അപ്പം നമുക്ക് കടലയ്ക്കുള്ള തേങ്ങായും ഉള്ളിയൊക്കെ വഴറ്റാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ
വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചതച്ച് കൊടുക്കുന്ന. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, തേങ്ങാക്കൊത്ത് ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർക്കും. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കും. കടലക്കറിയുടെ റെസിപ്പി മുമ്പ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് ഉള്ളി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പുകളൊക്കെ ഇന്ന് ചേർത്ത് കൊടുക്കാം. അളവൊന്നും പറയുന്നില്ല, അളവൊക്കെ നിങ്ങൾ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോയിൽ കയറി നോക്കിയാൽ അറിയാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഞാൻ ഇട്ട് കൊടുത്ത അത്രയും സാധനം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വേറെ അളവൊന്നും കൂടുതൽ ഇട്ടിട്ടില്ല. എല്ലാം ഒരു ടീസ്പൂൺ വീതമാണ് ഇട്ടത്. മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കുറച്ചിട്ട്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കടല അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കടല കുറച്ച് കടല അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് നമ്മുടെ കടല അങ്ങിട്ട് കൊടുക്കും. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടല മിക്കവരും തക്കാളി ചേർക്കാറുണ്ട്. ഞാൻ പക്ഷേ തക്കാളി ചേർക്കുന്നത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് തക്കാളി ചേർക്കാറില്ല. 1-2 പ്രാവശ്യം തക്കാളി ചേർത്തായിരുന്നു, അപ്പം ആർക്കും ആരും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചാൽ മതി, നമ്മുടെ കടലക്കറി റെഡിയാവും. നമ്മുടെ കടലക്കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി കറി സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാം. നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. സമയം നമുക്ക് ചോറിന് കൊണ്ടുപോകാനുള്ള ചമ്മന്തി അരച്ചെടുക്കാം. പിന്നെ തേങ്ങ നേരത്തെ ചിരകി വെച്ചേക്കും. അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അപ്പത്തിനുള്ള മാവ് അരി ആട്ടി അപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നത്. അത് വറുത്തിട്ടാണെങ്കിലും വറക്കാതെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും.
പാലപ്പം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം അപ്പച്ചട്ടിയിൽ ഒഴിക്കുന്ന സമയത്ത് അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിരിക്കണം. പക്ഷെ ചൂട് കൂടാനും പാടില്ല. ചൂട് കൂടായി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിരത്തി എടുക്കാൻ പറ്റില്ല. അപ്പം ചുരുണ്ടു പോകും. എന്നാൽ നല്ല ചൂട് വേണം താനും. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പാലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ 3 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 രീതിയിലുള്ളത്. അതെല്ലാവരും കയറി കണ്ട് നോക്കണം. ഈ മീൻ വറുക്കാനുണ്ട്, ചോറിന് കൊണ്ടുപോകാനായിട്ടാണ്. മുട്ട കൂടി പൊരിച്ചെടുക്കണം. ചോറ് കൊണ്ടുപോകാനുള്ളതുണ്ട്. മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ട കൂടി പൊരിച്ചെടുത്താൽ നമ്മുടെ ഇന്നത്തെ പണി, രാവിലത്തെ പണിയൊക്കെ കഴിയും. നമ്മുടെ മുട്ടയും ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. രാവിലത്തെ പണികൾ ബാക്കിയുള്ളത് കിടക്കുന്നേ ഉള്ളൂ. അപ്പം ഈ ചെറിയ മോർണിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ല ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.